നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. കുംഭം രാശി. കുംഭം അവിട്ടം അവസാന പാദം, ചതയം പൂരോരുട്ടാതി ആദ്യ പാദ നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽ വരുന്നത്. 7.5 ശനി കഴിഞ്ഞ് ഏതാണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റിലീഫായി തുടങ്ങുന്നൊരു കാലയളവാണ് ഇവർക്ക്. വ്യാഴം ഇവർക്ക് അനുകൂലപ്രദമായിട്ട് മാറുന്നതാണ്. എങ്കിലും ദശാകാലം വ്യാഴമാറ്റം വ്യാഴദശ അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവരുടെ വ്യാഴത്തിൻ്റെ ഈ ഗോചരം അനുകൂലപ്രദമാണോ എന്ന് നോക്കുക. വ്യാഴം നിങ്ങൾക്ക് അനുകൂലപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങളൊക്കെ കിട്ടും. പൊതുവേ നിങ്ങളുടെ ജാതകവശാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വിഷു വർഷക്കാലം വളരെ നല്ലത് തന്നെ ആയിരിക്കും. കർമ്മരംഗത്ത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മുന്നിലേക്ക് വന്നു പെടുന്നതാണ്. ഇതുവരെ തൊഴിൽ നഷ്ടപ്പെട്ട് ജോലി പോയിട്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് തൊഴിലൊക്കെ കിട്ടുന്നതാണ്. കാര്യങ്ങൾ അത്ര പോസിറ്റീവാണ് എന്ന് വിചാരിച്ച് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിക്കേണ്ടതില്ല. കർമ്മരംഗത്തെ വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം. പ്രായാധിക്യം ചെന്നിട്ട് തൊഴിൽ കിട്ടാതിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ചെന്ന് ചേരുമെങ്കിലും ആ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു അനുകൂലമായ മനോഭാവം തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ അന്യദേശത്ത് തൊഴിൽ കിട്ടുന്നവർക്ക് അവിടെയുള്ള വാസം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. നല്ല ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻസ്, അതിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്താണെങ്കിലും മറ്റു പല സ്ഥലത്താണെങ്കിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. മക്കളുടെ പഠനത്തിനായിട്ട് വിവാഹ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സാമ്പത്തിക ബാധ്യതകളൊക്കെ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അന്യദേശത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് സാമ്പത്തിക ചിലവുകൾ അനുഭവിക്കുന്ന ഒരു കാലയളവ് തന്നെയാണ്. ശത്രു ദോഷം അല്ലെങ്കിൽ ശത്രു പീഡ അനുഭവയോഗ്യമാകുന്ന കാലയളവാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ തിരിച്ചടയ്ക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുദോഷം നല്ലതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ, പല രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുരോഗമനപരമായ ചിന്താഗതികൾ കൊണ്ട് പല നേട്ടങ്ങളുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നഷ്ടം വന്നുപെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ജാഗ്രത പുലർത്തുക. ഒപ്പം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം തിരികെ കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ധാരാളം അശ്രാന്ത പരിശ്രമം ചെയ്ത് ആ പണം തിരികെ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്കൊരു ശത്രുതാ മനോഭാവം വന്ന് ഭവിക്കുന്നതാണ്. അന്യദേശവാസം ഉണ്ടാകുന്നത് കൊണ്ട് വീട് വിട്ട് മാറി താമസിക്കുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ കുംഭം രാശിക്കാർക്ക്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും നിങ്ങൾക്ക് വാസം വന്നു ചേരുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വളരെയേറെ മുറിവേൽപ്പിക്കുന്നതും മനോദുഃഖം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കുടുംബത്തിൽ സ്വസ്ഥതകൾ കുറയുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നതും, സന്താനങ്ങളുടെ പഠനകാര്യത്തിന് പണം കടം വാങ്ങേണ്ടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ പഠനകാര്യങ്ങളുമായി ഉന്നത പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് താമസം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും, ഓരോ ചുവടുവയ്പ്പും വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം.